എസ് ഗുരുമൂർത്തി എന്ന സ്വാമിനാഥൻ ഗുരുമൂർത്തി റിസർവ് ബാങ്ക് ഡയറക്ടറാണ്, പാർട്ട് ടൈം ഡയറക്ടറാണ്. മാത്രമല്ല തുഗ്ലക് എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്റർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ മലയാളികൾക്കറിയാം. രാജ്ഭവനിൽ അദ്ദേഹം വരുമ്പോൾ, ആർലേക്കർ വന്ന സമയത്ത് വരുമ്പോൾ വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം അർണബ് ഗോസ്വാമിയുമായിട്ടുള്ള ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ് വളരെ ചർച്ചാ വിഷയമാകുന്നത്. എന്തുകൊണ്ട് അമേരിക്ക തകർന്നു, എന്തുകൊണ്ട് ഇന്ത്യ കുതിക്കുന്നു എന്നതുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ശക്തമായിട്ടുള്ള മറുപടി അദ്ദേഹം കൊടുത്തിരിക്കുന്നു. ആ മറുപടിയാണ് ഇപ്പോൾ വൈറൽ, അല്ലേ മാഷെ? അതെ, തീർച്ചയായിട്ടും. ഗുരുമൂർത്തിയെ നമുക്ക് അവഗണിക്കാനാവില്ല എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. ഗുരുമൂർത്തിയെ വലിയ തോതിൽ ആക്രമിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയൊക്കെ ചെയ്തൊരു കാലമുണ്ട്, ദീർഘകാലം. പ്രത്യേകിച്ച് അദ്ദേഹം ഈ സംഘപരിവാർ അധികാരത്തിൽ വരുന്നതിൻ്റെ തൊട്ടു മുമ്പ് തന്നെ, നേരത്തെ തന്നെ അദ്ദേഹം ശ്രദ്ധേയനായത് ഈ ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു സാമ്പത്തിക നയം അവതരിപ്പിച്ചുകൊണ്ടാണ്. അദ്ദേഹം തമിഴ്നാട്ടുകാരാണ്. ഏറ്റവും പ്രത്യേകത തമിഴ്നാട്ടിലെ ജീനിയസുകൾ ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പല തലങ്ങളിലും വലിയ തരത്തിൽ ഏത് മേഖലയിലും എടുത്തു നോക്കും. ഇപ്പോൾ നിർമ്മലാ സീതാരാമൻ തൊട്ട് നമ്മുടെ എസ് ജയശങ്കർ വരെ, സുന്ദർ പിച്ചൈ തൊട്ട് ഈ ചെസ്സിലെ പ്രജ്ഞാനന്ദ് വരെയുള്ളവരൊക്കെ, അപ്പോൾ ഈ ഏത് മേഖലയിലായാലും തമിഴ്നാടിൻ്റെ ഒരു വമ്പിച്ച സ്വാധീനം ഉണ്ടല്ലോ, അത് എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ അതിലൊരാളാണ് ഇദ്ദേഹം ബേസിക്കലി അദ്ദേഹം CA ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. പക്ഷേ ഈ ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു സാമ്പത്തിക മുഖമായിട്ടാണ് പിന്നെ അദ്ദേഹം വളർന്നത്. മാധ്യമരംഗത്ത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം ഈ തുഗ്ലക്കിൻ്റെ എഡിറ്ററാണ്. പിന്നെ അദ്ദേഹം റിസർവ് ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് വന്നു. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്തത്. പക്ഷേ അദ്ദേഹം വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. സംഘപരിവാറിൻ്റെ ഒരു പ്രചാരകനാണ് എന്ന രീതിയിൽ വിമർശിക്കപ്പെട്ട ആൾ. അതിൻ്റെ ഭാഗമാണ് നമ്മുടെ രാജ്ഭവനിൽ പുതിയ ഗവർണർ ആർലേക്കർ വന്നപ്പോൾ ഇങ്ങനെ സംവാദങ്ങളുടെ ഒരു മണ്ഡലമായി നമ്മുടെ രാജ്ഭവനെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നു. സത്യത്തിൽ ഗുരുമൂർത്തിയെ കേൾക്കാനുള്ള ഒരു അവസരം മലയാളി ഉപയോഗിക്കുകയാണ് വേണ്ടിയിരുന്നത്. ഏത് ജീനിയസിനും അദ്ദേഹത്തോട് സംസാരിക്കാം, അദ്ദേഹത്തിന് പറയാനുള്ളത് കേൾക്കാം, അദ്ദേഹത്തോട് സംവദിക്കാം, അത്രയേ ഉള്ളൂ. ബൗദ്ധികമായ സംവാദം അതല്ലേ, അങ്ങനെ അല്ല. പക്ഷെ മലയാളി ചെയ്തതെന്താ വെച്ചാൽ അത് വലിയ തോതിൽ സംഘപരിവാറിൻ്റെ പ്രചാരണ കേന്ദ്രമാക്കി രാജ്ഭവനെ മാറ്റുന്നു. സംഘപരിവാറിനോട് അനുകൂല അനുഭാവമുള്ള ഒരു ഗവർണർ വരുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമാണ്, അതിനെ പോസിറ്റീവായിട്ട് എടുത്താൽ മതി. ഇത് വേറൊരു കാര്യമുണ്ട്, ഇത് ആര് ഭരിക്കുമ്പോഴും ഇതൊക്കെ സാധിക്കുകയും ചെയ്യും, വേണമെങ്കിൽ ചെയ്യാം. സംഘപരിവാർ അല്ലെങ്കിൽ BJP എന്നൊക്കെ പറയുമ്പോൾ വളരെ തൊട്ടുകൂടായ്മയാണ്. അതാണ് അതിൻ്റെ ഒരു ആ തരത്തിലുള്ള അസ്പൃശ്യതയാണ് കളഞ്ഞു മാറ്റേണ്ടത്. ഇപ്പോൾ ഏതായാലും ഒടുവിൽ വന്നിരിക്കുന്നത് അർണബ് ഗോസ്വാമി അദ്ദേഹത്തിൻ്റെ റിപ്പബ്ലിക്കിലെ പോഡ്കാസ്റ്റിൽ അതിഗംഭീരമായിട്ട് ഗുരുമൂർത്തിയെ അവതരിപ്പിച്ചു. അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ അത്യാദരവോട് കൂടിയിട്ടാണ്. എൻ്റെ ഗുരുവാണ്, എൻ്റെ മെൻറ്ററാണ്, സ്വയം അദ്ദേഹം തന്നെ പറയുന്നു. എനിക്ക് വഴികാട്ടിയാണ്, എൻ്റെ മെൻറ്ററാണെന്ന് മാത്രമല്ല ഇന്ത്യയുടെ നിധിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, ദ ട്രഷർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അത് വിനയപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും ആ പ്രഭാഷണത്തിൽ ഗുരുമൂർത്തി വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിലപാട് മാത്രമല്ല, അത് ഒരു ഇന്ത്യക്കാരന് ഭാരതീയ സംസ്കാരത്തിൽ അടിയുറച്ച് നിൽക്കുന്ന ഈ നാടിൻ്റെ സംസ്കാരത്തിൽ നിന്ന് ആവേശം ഉൾക്കൊള്ളുന്ന ഒരു സാമ്പത്തിക വിദഗ്ധന് ലോകത്തോട് പറയാനുള്ളതാണ്. പ്രധാനപ്പെട്ട 5-6 പോയിന്റുകളാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത് ഇന്നലത്തെ പോഡ്കാസ്റ്റിൽ. അതിലൊന്ന്, എന്താണ് അമേരിക്കയ്ക്ക് സംഭവിച്ചത്? ന്യായമായി ലോകം അറിയാൻ ആഗ്രഹിക്കുന്ന ഉത്തരങ്ങളാണ്. അദ്ദേഹം ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക രംഗത്ത് എന്ത് സംഭവിച്ചു എന്ന് കൂടിയാണ്. പുരോഗതിക്ക് എന്ത് സംഭവിച്ചു, അമേരിക്കയ്ക്ക് എന്ത് സംഭവിച്ചു. 2, എന്തുകൊണ്ടാണ് ചൈന മുന്നേറുന്നത്? ഇപ്പോൾ പഴയ ചൈന അല്ലല്ലോ, മാവോയുടെ ചൈന അല്ലല്ലോ, പുതിയ ചൈന, ഷീയുടെ ചൈന. എന്തുകൊണ്ടാണ് സോവിയറ്റ് യൂണിയൻ ദയനീയമായി തകർന്ന് തരിപ്പണമായി ചെതറിപ്പോയിട്ടും അതിനകത്തെ ഒരു രാജ്യം റഷ്യ മുന്നേറുന്നത്? മൂന്നാമത്തെ പോയിന്റ്. 4-ാമത്തെ ചോദ്യം അദ്ദേഹം പറയുന്നത്, ഇന്ത്യ എവിടെയാണ് പാളിയത്? അടുത്ത ചോദ്യം, ഇന്ത്യ ഇപ്പോൾ എങ്ങനെയാണ് മുന്നേറുന്നത്? അടുത്ത ചോദ്യം, നമ്മുടെ അടുത്ത തലമുറ എങ്ങനെയാണ് മുന്നേറേണ്ടത്? ഇങ്ങനെ 5-6 വളരെ മൗലികമായ പോയിന്റുകൾ നമുക്ക് ഏത് രാജ്യക്കാർക്കും ഇന്ത്യയെപ്പോലെ രാജ്യത്തിന് വിശേഷിച്ചും കേൾക്കാൻ താല്പര്യമുള്ള കാര്യങ്ങളാണ്. വളരെ മനോഹരമായിട്ട് അദ്ദേഹം പറഞ്ഞത്. 1-ാമത്തെ ചോദ്യം, അമേരിക്ക എന്തുകൊണ്ട് തകർന്നു? അതിൻ്റെ ആദ്യത്തെ ഉത്തരം, അമേരിക്ക ഇന്നലെയും അല്ല കൂട്ടരെ തകർന്നത്. 10-20 കൊല്ലം മുമ്പ് മൂക്ക് കുത്തി വീണ് കിടക്കുകയാണ്, നമ്മളത് അറിഞ്ഞില്ല, ഇവൻ്റെ നാട്യം കൊണ്ട്.
അമേരിക്കൻ ഭരണകൂടം ലോകത്തിൽ ഇപ്പോഴും ഞങ്ങളാണ് ലോക പോലീസ് എന്ന് നടിച്ചുകൊണ്ട് ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളെയും ഭീഷണിപ്പെടുത്തി വലിയ വായിൽ വർത്തമാനം പറഞ്ഞ് നടന്നതുകൊണ്ട് നമ്മൾ ഇവൻ വലിയ വമ്പനാണെന്ന് വിചാരിച്ചു. യഥാർത്ഥത്തിൽ അവൻ്റെ ചിത്രം 2008 സാമ്പത്തിക പ്രതിസന്ധി വന്നില്ലേ, അന്ന് തകർന്നു പോയതാണ്. ഇപ്പോൾ ഗുരുതരമാണ്. ഇപ്പോൾ ഹോംലെസ് ആയിട്ടുള്ള മനുഷ്യർ, ലാൻഡ്ലെസ് ആയിട്ടുള്ള മനുഷ്യർ ധാരാളം. ഇപ്പോൾ ആലോചിച്ച് നോക്കൂ, അമേരിക്കൻ വൻ നഗരങ്ങളിലെ കുടിൽ സംസ്കാരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ടെന്റ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ മഹാനഗരങ്ങളുടെ ഈ മാനം മുട്ടുന്ന അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കാണിച്ചിട്ട് ലോകത്തെ മയക്കിയെടുക്കുമ്പോൾ ആ കെട്ടിടങ്ങളുടെയൊക്കെ ചുവട്ടിൽ, ആ റോട്ടിലെ ആ ഹൈവേകളിലെ പാലത്തിന് ചുവട്ടിലൊക്കെ അന്തി ഉറങ്ങുന്ന മനുഷ്യർ, വൈകുന്നേരം ടെൻറ്റിൻ്റെ മെറ്റീരിയൽസുമായിട്ട് വന്നിട്ട് ടെൻറ്റ് കെട്ടി ഈ നഗരങ്ങളുടെ തെരുവോരങ്ങളിൽ കിടന്നുറങ്ങുന്ന മനുഷ്യർ ഇത്രയേറെ കാണുന്ന ഒരു രാജ്യം വേറെ ഇല്ല എന്നാണ്. എന്ന് വെച്ചാൽ അമേരിക്ക അങ്ങേയറ്റം സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 4 ദിവസം ഇന്ത്യ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് നടത്തി നോക്കി, റെസിപ്രോക്കൽ താരിഫ് കൊടുത്തല്ല നമുക്ക്. ആപ്പിളിനും വാൾനട്ടിനും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് കൊടുത്തപ്പോൾ ചർച്ചയ്ക്ക് വിളിച്ചാൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനുള്ളിൽ പീയൂഷ് ഗോയലിനെ വിളിപ്പിച്ചു അമേരിക്ക. എന്ന് പറഞ്ഞാൽ അത്ര പ്രതിസന്ധിയിലാണ്. അപ്പോൾ അമേരിക്ക തകർന്നിരിക്കുന്നു എന്നാണ് കാരണം. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, അതിൻ്റെ കാരണം കൂടി പറയുന്നുണ്ട്. കാരണം എന്താണ്, അമേരിക്കക്ക് ഒരു സാന്ത്വനത്തിന് വേണ്ടി, ഒരു മാർഗം കാണാൻ വേണ്ടി പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിരിഞ്ഞു നോക്കാൻ ഒരു സംസ്കാരമില്ല. അതാണ് പ്രധാനപ്പെട്ട കാരണം. 1493 ഓർമ്മയില്ല, 1493 അവിടെ കൊളംബസ് വരുന്നത്. അതിനു മുമ്പ് ഉണ്ടായിരുന്ന യഥാർത്ഥ ജെനുവിൻ സംസ്കാരത്തെ അവർ തകർത്ത് കളഞ്ഞു. ഇൻഡിജിനിയസ് ആയിട്ടുള്ള സംസ്കാരത്തെ, ഈ റെഡ് ഇന്ത്യൻസിനെ അവർ തകർത്ത് ഓടിച്ചു കളഞ്ഞു. പിന്നെ ഈ യൂറോപ്യന്മാർ വന്നു ചേർന്ന യൂറോപ്യന്മാരാണ് അവിടെ സംസ്കാരം ഉണ്ടാക്കിയത്. എത്ര കൊല്ലം? അത് ഈ കഴിഞ്ഞ് 493 എന്ന് പറഞ്ഞാൽ ഈ 10-600 കൊല്ലത്തെ സംസ്കാരമേ ഉള്ളൂ അവർക്ക്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് നോക്കൂ, അങ്ങനെ ഒരു രാജ്യം, കുടിയേറ്റക്കാർ രാജ്യത്തിന് ശത്രുക്കളാന്ന് പറയുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ആ രാജ്യക്കാരെ മുഴുവൻ കൊന്നുകൂട്ടിയിട്ടാണല്ലോ കുടിയേറ്റക്കാരവിടെ വന്നത്. അവരുണ്ടാക്കിയ സംസ്കാരമാണ്. അതുകൊണ്ട് സ്വന്തം എന്ന് പറയാനൊരു സംസ്കാരമില്ല. അതുകൊണ്ടാണ് അമേരിക്ക തകരുന്നത്, ഇനിയും തകർന്നുകൊണ്ടിരിക്കും. 2, റഷ്യ, രണ്ടാമത്തെ കാര്യം, ചൈന എങ്ങനെ വളർന്നു. ചൈന എപ്പോഴാണ് വളരുന്നത്? പുതിയ കാലത്താണ് വളരുന്നത്. ആ കാലത്ത് ചൈനയ്ക്ക് പറ്റിയത് എന്താ? ചൈന സോഷ്യലിസ്റ്റ് പാത ഉപേക്ഷിച്ചു. തോക്കിൻ കുഴലിലൂടെ വിപ്ലവം കൊണ്ടുവന്ന മാവോയെ കളഞ്ഞു. എന്നിട്ട് അവർ മുതലാളിത്ത പാതയിലേക്ക് വന്നു. മുതലാളിത്ത പാതയിലേക്ക് വന്നപ്പോൾ എന്താ കിട്ടിയ ഗുണം? മുതലാളിത്ത പാതയിലേക്ക് വന്നു എന്നാണ് നമ്മൾ പറയുന്നത്. സത്യത്തിൽ അവർ പോയത് ചൈനീസ് പാതയിലേക്കാണ്. ചൈന കമ്മ്യൂണിസ്റ്റ് പാതയിൽ നിന്ന് ചൈനീസ് പാതയിലേക്ക്, ചൈനയുടെ സ്വന്തം പാതയിലേക്ക് പോയി. അതേതാണ് പാത? അത് കൺഫ്യൂഷ്യസിൻ്റെ പാതയാണ്. BC 6-ാം നൂറ്റാണ്ടിലെ മഹാചിന്തകനും തത്വജ്ഞാനിയുമായിരുന്ന കൺഫ്യൂഷ്യസ് ആണ് യഥാർത്ഥത്തിൽ ചൈനയുടെ ആത്മീയ നേതാവ്. ആ പാതയിലേക്ക് പോയി. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ, കൺഫ്യൂഷ്യസിൻ്റെ അറിയാലോ, കൺഫ്യൂഷ്യസിൻ്റെ സിദ്ധാന്തം എന്ന് പറയുന്നത് കരുണയാണ്. ഏറ്റവും വലിയ റെൻ എന്നാണ് അവർ ചൈനീസ് ഭാഷയിൽ പറയുക. റെന്നാണ്, കരുണയാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. തോക്കിൻ കുഴലല്ല, വിപ്ലവമല്ല, ചോരയല്ല, ടിയാനൻമെൻ സ്ക്വയർ അല്ല. അപ്പോൾ അവരൊക്കെ കൺഫ്യൂഷ്യസിൻ്റെ വിഖ്യാതമായ 5 സിദ്ധാന്തങ്ങളുണ്ട്. ജീവിതത്തിൽ ഒരു മനുഷ്യൻ, ഒരു വ്യക്തി, ഒരു പ്രസ്ഥാനം, ഒരു രാഷ്ട്രം വിജയിക്കണമെങ്കിൽ നിങ്ങൾ 5 ബന്ധങ്ങളിൽ ആത്മാർത്ഥത പാലിക്കണം. ഈ 5 ബന്ധങ്ങൾ വളരെ സിമ്പിളാണ്. 5 ബന്ധങ്ങളിൽ ഒന്ന് രാജാവും പ്രജയും തമ്മിൽ കൂറ് വേണം എന്ന് പറഞ്ഞാൽ, എൻ്റെ രാജ്യം ഭരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ഗവൺമെൻറ്റിനെ ഞാൻ മാനിക്കണം. എൻ്റെ ഗവൺമെൻറ് അല്ല, അത് മോദിയല്ലേ, അത് എനിക്ക് ബാധകമല്ല എന്ന് പറയുന്നവൻ ഡിസിപ്ലിനുള്ള ഒരു പൗരനല്ല. പ്രജ തിരിച്ച് സ്നേഹവും വാത്സല്യവും പ്രജകളോടും കാണിക്കണം. രാജാവും പ്രജയും തമ്മിലുള്ള ബന്ധം എത്രമേൽ നന്നാവുന്നുവോ അത് അത്രയും ആ രാജ്യം നന്നാവും. 2, അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം. 3, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, പരസ്പര സഹായം, ആത്മാർത്ഥതയും. 4, സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം. 5, സുഹൃത്തുക്കൾ തമ്മിലുള്ള ബന്ധം, സുഹൃത്തും തമ്മിലുള്ള ബന്ധം. അത് സുഹൃത്ത് രാജ്യം വരെ വികസിച്ച് നോക്കൂ. 2, അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ആലോചിച്ചു. ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ ആത്മാർത്ഥത പാലിച്ചാൽ നിങ്ങൾ വിജയിക്കും. ഇത് പാലിക്കുന്നു ഇപ്പോൾ ചൈന അങ്ങോട്ടാണ് പോയത്. അല്ലാതെ ചൈന സോഷ്യലിസ്റ്റ് പാതയിൽ നിന്ന് അമേരിക്കൻ പാതയിലേക്കല്ല പോയത്. ചൈനീസ് പാതയിലേക്ക് തിരിച്ചു പോയി. അതുകൊണ്ട് ചൈന വിജയിച്ചു. എന്തുകൊണ്ട് റഷ്യ വിജയിച്ചു? അതാണ് അടുത്ത ചോദ്യം. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, റഷ്യ എന്നാണ് തോറ്റത്? സോവിയറ്റ് യൂണിയൻ തകരുന്നത് വരെ റഷ്യ ഇല്ലല്ലോ. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ആ നാട് പൂർണ്ണമായി ഇല്ലാതായില്ലേ? കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തിലൂടെ 1917 വന്നു. 91 സമ്പൂർണ്ണമായി തകർന്നു പോയില്ലേ? പിന്നെ എന്തേ റഷ്യ മാത്രം വിജയിച്ചു?
റഷ്യ അതിൻ്റെ ഭൂതകാലത്തേക്ക് പോയി. അതിൻ്റെ ഭൂതകാലത്തേക്ക് പീറ്റർ ചക്രവർത്തി എന്നൊരു ചക്രവർത്തി ഉണ്ടായിരുന്നു അവിടെ. സാർ ചക്രവർത്തിമാരുടെയൊക്കെ ഒരു പരമ്പരയിൽ പീറ്റർ ചക്രവർത്തി അത് ഏതാണ്ട് 17-ാം നൂറ്റാണ്ടിലാണ് BC, AD 17-ാം നൂറ്റാണ്ടിലാണ്. പീറ്റർ ചക്രവർത്തി എന്തായത്? പീറ്റർ ചക്രവർത്തിയാണ് ആ രാജ്യത്തെ രാജ്യമാക്കി മാറ്റിയത്. ആ രാജ്യത്തിന് സൈന്യമുണ്ടാക്കി, രാജ്യത്തെ വളർത്തിയത്, നാവികസേന ഉണ്ടാക്കി, തുറമുഖങ്ങൾ ഉണ്ടാക്കി, തലസ്ഥാന നഗരി ഉണ്ടാക്കി, യൂറോപ്യൻ മാതൃകയിൽ നവീകരിച്ച ഒരു രാജ്യം ഉണ്ടാക്കി. അപ്പോൾ റഷ്യക്ക് നോക്കാനുള്ള മാതൃക മാർക്സും ഏംഗൽസുമല്ല, റഷ്യൻ മാതൃക തന്നെ. അപ്പോൾ പീറ്റർ ചക്രവർത്തിയിലേക്ക് തിരിച്ചുപോയി. അതുകൊണ്ട് റഷ്യ ആ മാതൃകയാണ് ഇപ്പോൾ പിന്തുടരുന്നത്. സ്വന്തം പാത പിന്തുടർന്നപ്പോൾ റഷ്യ ശക്തിപ്പെട്ടു. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യക്ക് എവിടെയാണ് പാളിയത്? ഇന്ത്യക്ക് പാടിയത് ഇന്ത്യയുടെ ഗുരുക്കന്മാരെ തിരിച്ചറിഞ്ഞില്ല. അദ്ദേഹം ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കൺഫ്യൂഷ്യസ് ചൈനയ്ക്ക് വെളിച്ചം പകർന്ന കാലത്ത്, അതേ കാലത്ത് BC 6-ാം നൂറ്റാണ്ടിൽ അതിനേക്കാൾ മികച്ച വെളിച്ചം ലോകത്തിന് കൊടുത്ത ഒരു മഹാഗുരു ഇന്ത്യയിൽ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ബുദ്ധൻ എന്നാണ്. ബുദ്ധനെ നമ്മൾ മറന്നു. ബുദ്ധനാണ് നമ്മളെ ധർമ്മം പഠിപ്പിച്ചത്, ബുദ്ധനാണ് നമ്മളെ സത്യം പഠിപ്പിച്ചത്, ബുദ്ധനാണ് നമ്മളെ ജനാധിപത്യം പഠിപ്പിച്ചത്. ആ ബുദ്ധനെ നമ്മൾ മറന്നു. ബുദ്ധൻ്റെ വെളിച്ചവുമായി ആധുനിക കാലത്ത് ജീവിച്ച 3 പേരെയെങ്കിലും നമ്മൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്നുണ്ട്. അതിലൊന്ന് നമ്മൾ ബുദ്ധനെ ഉപേക്ഷിച്ച്, ഒന്ന് സ്വാമി വിവേകാനന്ദനെയാണ്, 2 അരബിന്ദോയെയാണ്, 3 മഹാത്മാഗാന്ധിയെയാണ്. ഗാന്ധിയെപ്പോലും ഉപേക്ഷിച്ചു. അപ്പോഴാണ് നമുക്ക് തെറ്റിയത്. എന്നിട്ടോ ജവഹർലാൽ നെഹ്റു യൂറോപ്പിലേക്ക് നോക്കി, ഇന്ത്യയിലേക്ക് നോക്കിയതേയില്ല, ഇന്ത്യയുടെ ആത്മാവിലേക്ക് നോക്കിയതേയില്ല. യൂറോപ്യൻ മോഡൽ ഇന്ത്യ ഉണ്ടാക്കാൻ ശ്രമിച്ചു. യൂറോപ്പ് ആയതുമില്ല, ഇന്ത്യ നഷ്ടപ്പെടുകയും ചെയ്തു. അതാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ചൈനയോടൊക്കെ വഴക്കുണ്ടാക്കിയത് വളരെ മനോഹരമായ നിരീക്ഷണമാണ്. അവസാനമായി അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇന്ത്യ രക്ഷപ്പെട്ടത്? ഇന്ത്യയെ കണ്ടെത്തി, ഇന്ത്യയുടെ ആത്മാവിലേക്ക് നോക്കി, ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ടു. അങ്ങനെയാണ് ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒരു വികസന സങ്കല്പം ഉണ്ടാക്കിയത്. അതാണ് മോദിജിയുടെ വിജയം. അതുകൊണ്ടാണ് 2014 ഇന്ത്യ അല്ല 2021 എന്ന് പറയുന്നത്. ഇന്ത്യ മാറിയത് അങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട്. വിശ്വഗുരുവായി. യഥാർത്ഥത്തിൽ ഈ ഗുരുത്വം നമ്മുടെ ഉള്ളിലുണ്ടായിരുന്നതാണ്. നമ്മളത് കണ്ടെത്തി ലോകത്തിന് കൊടുത്തു. ഒടുവിൽ അദ്ദേഹം പറയുന്ന ഇതാണ്, പുതിയ തലമുറ എന്താണ് ചെയ്യേണ്ടത്? പുതിയ തലമുറ ചെയ്യേണ്ടത്, ഭാരതീയ സംസ്കാരത്തിൽ ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാനുള്ള വെളിച്ചമുണ്ട്. വേദാന്തത്തിൻ്റെ വെളിച്ചമാണത്. ലോകത്തിലെ വലിയ ശാസ്ത്രജ്ഞന്മാർ, വലിയ പുരോഹിതന്മാർ, എഴുത്തുകാർ, വലിയ സന്യാസികൾ ഒക്കെ തന്നെ ഇന്ത്യൻ വെളിച്ചം ഉൾക്കൊള്ളുന്നവരാണ്. അദ്ദേഹം പറയുന്ന 2-3 പേരുടെ ഉദാഹരണം, ഒന്ന് സ്റ്റീഫൻ ഹോക്കിങ്സ് ആണ്. അതുപോലെ തന്നെ ചില വളരെ വിഖ്യാതരായ ശാസ്ത്രജ്ഞന്മാർ, സ്റ്റീഫൻ ഹോക്കിങ്സ്, എർവിൻ ഷ്രോഡിംഗർ, അതുപോലെ റോജർ പെൻറോസ്, ഇങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ ഇന്ത്യയുടെ വേദാന്തത്തിൽ നിന്ന്, ഇന്ത്യയുടെ ആത്മാവിൽ നിന്ന് വിളിച്ചു ഉൾക്കൊണ്ടവരാണ്. പക്ഷെ നമുക്കപ്പോഴും ആ വെളിച്ചത്തിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് പുതിയ തലമുറ ഇന്ത്യയുടെ ആത്മാവിൽ നിന്ന്, ഇന്ത്യയുടെ സംസ്കാരത്തിൽ നിന്ന്, പൈതൃകത്തിൽ നിന്ന് വെളിച്ചം ഉൾക്കൊണ്ട് ആധുനിക സാങ്കേതിക വിദ്യയും ശാസ്ത്രവും സ്വായത്തമാക്കാൻ പോയാൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ വിജയ സാധ്യതയുണ്ട് എന്ന് പുതിയ തലമുറയോടുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിമുഖം അവസാനിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യക്കാരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറക്കും വലിയ വെളിച്ചം പകരുന്ന പ്രസംഗമാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇൻഫർമേറ്റീവാണ്, അതുപോലെ തന്നെ ഇൻസ്പയറിംഗ് ആണ്. യാതൊരു തർക്കവുമില്ല. അദ്ദേഹത്തോട് വിയോജിക്കാൻ നമുക്ക് കഴിഞ്ഞേക്കും. പക്ഷേ അദ്ദേഹത്തെ അവഗണിക്കാനും, അദ്ദേഹത്തിന് കാത് കൊടുക്കാതിരിക്കാനും, അദ്ദേഹത്തെ ശ്രദ്ധിക്കാതിരിക്കാനും ഇന്ത്യക്ക് കഴിയാതെ വന്നിരിക്കുന്നു എന്നതാണ് ഗുരുമൂർത്തിയുടെ ഏറ്റവും പുതിയ പോഡ്കാസ്റ്റ് തെളിയിക്കുന്നത്. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.